25th July 2026, the day the system bent. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ ദിവസം സ്വർണ്ണ അക്ഷരങ്ങളിലല്ല മറിച്ച് തീയിൽ എഴുതപ്പെട്ട ഒരു ദിനമാണ്. അന്ന് വരെ ലേസി എന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞ ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഒറ്റ രാത്രി കൊണ്ട് റോഡുകളിലേക്ക് ഇറങ്ങിയത്. അവരുടെ പ്രതിഷേധത്തിന്റെ ശബ്ദം ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് പടർന്നു. 37 ദിവസത്തെ നീണ്ട പോരാട്ടത്തിന് ശേഷം നീതി നിഷേധത്തിന്റെയും അധികാര ദുഷ്പ്രയോഗത്തിന്റെയും മതിലുകൾ ഇടിഞ്ഞു വീണു. യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വൈപ്പിച്ചു. ഇത് കഥയുടെ ഒരു അവസാനമാണോ അതോ ഭയപ്പെടുത്തുന്ന ഒരു തുടക്കമാണോ? വെൽക്കം ടു മൈ ചാനൽ അൺഫിൽറ്റർഡ് ബൈ ഡോക്ടർ ഐഷ്. ഈ കഥയുടെ തുടക്കം അറിയണമെങ്കിൽ 2 മാസം പുറകിലേക്ക് പോകണം. അതായത് മെയ് 2026. മെയ് 15 ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിൽ ഫേക്ക് ലോ ഡിഗ്രീസിനെ പറ്റിയുള്ള ഒരു വാദത്തിനിടയിലാണ് തൊഴിലില്ലാത്ത യുവാക്കളെ കോക്രോച്ച് അല്ലെങ്കിൽ പാറ്റയായി അദ്ദേഹം ഉപമിച്ചത്. ഇത് സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തി. പിറ്റേ ദിവസം ചീഫ് ജസ്റ്റിസ് ഇതിനൊരു വിശദീകരണമായി മുന്നോട്ട് വന്നിരുന്നു. അതായത് ഫേക്ക് ഡിഗ്രീസ് ഉപയോഗിച്ച് പല പ്രൊഫഷനിലേക്കും പ്രവേശിക്കുന്ന യുവാക്കളെ മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന്. എന്തെന്നാലും CJP എന്നൊരു മൂവ്മെന്റിന് ഇത് തുടക്കം കുറിച്ചു. ഈ CJP എന്നത് ഒരു രജിസ്റ്റേർഡ് പാർട്ടിയൊന്നുമല്ല, ഇതൊരു ഓൺലൈൻ പ്രസ്ഥാനമാണ്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ അഭിജിത്ത് ദീപ്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ആദ്യം ഇതൊരു പരിഹാസ മനോഭാവത്തോടുകൂടി തുടങ്ങിയ പ്രസ്ഥാനമാണെങ്കിലും പിന്നീട് ലക്ഷക്കണക്കിന് യുവാക്കളെയാണ് ഇതിലേക്ക് ആകർഷിച്ചത്. ഈ പ്രസ്ഥാനം ചർച്ച ചെയ്തു വന്നത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, നീറ്റ് ക്രമക്കേടുകൾ, പേപ്പർ ലീക്കുകൾ, വിദ്യാർത്ഥികളുടെ സൂയിസൈഡ്, തൊഴിലില്ലായ്മ, അഴിമതി എന്നിവയൊക്കെയാണ്. CJP സമരം തുടങ്ങുന്നത് ജൂൺ 20 ഡൽഹിയിൽ ജന്തർ മന്ദറിലാണ്. ജന്തർ മന്ദർ തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് പാർലമെന്റിന് അടുത്തായതുകൊണ്ടും അവിടെ പല പബ്ലിക് ഡെമോൺസ്ട്രേഷൻസ് അരങ്ങേറുന്നതും കൊണ്ടാണ്. ജൂൺ 28 സോനം വാങ്ചുക് എന്ന ആക്ടിവിസ്റ്റ് ഈ സമരത്തിലേക്ക് ചേരുന്നത്. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കാര പ്രവർത്തകനും കൂടിയാണ്. അദ്ദേഹം അതേ ദിവസം മുതൽ തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. നീറ്റ് പേപ്പർ ലീക്കിലെ സമഗ്ര അന്വേഷണം, യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ പരിഷ്കാരങ്ങൾ, അതായത് പരീക്ഷയും ചോദ്യപേപ്പറും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി, ആത്മഹത്യ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുക. CJPയെ പറ്റി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നീറ്റ് എക്സാം എന്താണെന്ന് മനസ്സിലാക്കാം. നീറ്റ് എന്നത് നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. നീറ്റ് എക്സാമിലൂടെയാണ് MBBS, BDS, ആയുർവേദ, സിദ്ധ, ഉന്നനി, വെറ്ററിനറി സയൻസ് എന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. 2013 എക്സ് മിനിസ്റ്റർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് നീറ്റ് എക്സാം ആദ്യമായി കൊണ്ടുവരുന്നത്. അതുവരെ വിദ്യാർത്ഥികൾ ഓരോ സംസ്ഥാനത്തിന്റെയും ഓരോ മെഡിക്കൽ കോളേജിന്റെയും എയിംസും ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളുടെ സെപ്പറേറ്റ് എക്സാമുകളാണ് അറ്റൻഡ് ചെയ്ത് വന്നിരുന്നത്. നീറ്റ് സിസ്റ്റം 2013 സുപ്രീം കോടതി തന്നെ സ്ക്വാഷ് ചെയ്തു. പിന്നീട് നീറ്റ് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2016 2016 ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് വലിയ വിഷയങ്ങളാണ് ഉണ്ടായത്. അന്ന് കേരളത്തിലെ എൻട്രൻസ് ടെസ്റ്റിനെ കീം എന്നാണ് വിളിച്ചിരുന്നത്. അന്ന് കീം എക്സാം എഴുതിയിട്ട് തിരിച്ചു വന്ന കുട്ടികൾ TV-യിൽ കണ്ടത് കീം എക്സാം റദ്ദാക്കി എന്നുള്ളതാണ്. അങ്ങനെ നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നീറ്റ് എക്സാം ബുദ്ധിമുട്ടായതിനാൽ നീറ്റ് റീകണ്ടക്ട് ചെയ്തു. അങ്ങനെ കുട്ടികളുടെ സമയവും ഭാവിയും കഷ്ടപ്പാടുകളും ഒക്കെ വെച്ച് അമ്മാനമാടുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. കഴിഞ്ഞ 7 വർഷത്തിൽ ഏതാണ്ട് 70 കൺഫേം പേപ്പർ ലീക്കാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻട്രൻസ് എക്സാം കൊടുക്കുന്നത് ചൈനയിലാണ്. ഗാവോ എന്നാണ് എക്സാമിന്റെ പേര്. ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഈ ഒരു ഒറ്റ എക്സാംസ് ആണ് സ്റ്റുഡൻസ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ 22 lakh സ്റ്റുഡൻസ് നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുമെങ്കിൽ ഗാവോ എക്സാം എഴുതുന്നത് ഏതാണ്ട് 1.5 കോടി സ്റ്റുഡൻസ് ആണ്. എന്നിട്ട് പോലും അവിടെയൊന്നും ഇതുവരെയും ഒരു പേപ്പർ ലീക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി CJPയിലേക്ക് തിരിച്ചു വരാം. അഭിജിത്ത് ദീപ്കെ, സോനം വാങ്ചുക് എന്ന 2 പേരുകളാണ് CJPയായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. സോനം വാങ്ചുക് എന്ന ആക്ടിവിസ്റ്റ് 26 ദിവസത്തെ നിരാഹാര സമരം നടത്തുകയും പിന്നീട് ഹെൽത്ത് മിനിസ്റ്ററും മറ്റു ഗവൺമെന്റ് ഒഫീഷ്യൽസും ഇടപെട്ട് നിരാഹാര സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനു മുമ്പും ഇദ്ദേഹം 21 ദിവസത്തെ നിരാഹാര സമരം ലഡാക്കിൽ നടത്തി വന്നിട്ടുണ്ട്. അഭിജിത്ത് ദീപ്കെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് റിലേഷൻസ് ഡിഗ്രി ചെയ്തു വരികയാണ്. പക്ഷെ ചിലർ പറയുന്നത് അഭിജിത്ത് ദീപ്കെ ഒരു US ഏജന്റും സോനം വാങ്ചുക് ഒരു ചൈനീസ് ഏജന്റുമാണെന്നാണ്. പക്ഷെ ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. മറ്റൊരു അലിഗേഷൻ ഈ പ്രൊട്ടസ്റ്റ്
ഫോറിൻ ഫണ്ടഡ് ആണെന്നാണ്. പക്ഷേ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് തന്നെ കൺഫേം ചെയ്തതാണ് ഇതിനൊന്നും ഒരു എവിഡൻസും ഇല്ലാന്ന്. ജൂലൈ 18, 2026 രാവിലെ ഏകദേശം 6 മണിയോടുകൂടി ജന്തർ മന്ദറിൽ പോലീസുകാർ ഒരു പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചു. മൊബൈൽ സിഗ്നലുകൾ ജാമറുകൾ വച്ച് ബ്ലോക്ക് ചെയ്തതിനു ശേഷം പോലീസുകാർ സാധാരണ വേഷത്തിൽ CJP പ്രൊട്ടസ്റ്റ് സ്റ്റേജിനു ചുറ്റും സ്ക്രീൻ കർട്ടനുകൾ സ്ഥാപിച്ചു. ലക്ഷ്യം പ്രതിഷേധക്കാരിൽ തിരക്കോ സംഘർഷമോ ഉണ്ടാവാതെ സോനം വാങ്ചുക്കിനെ സേഫായി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ടാർഗറ്റ് 30 സെക്കൻഡിനുള്ളിൽ സോനം വാങ്ചുക്കിനെ പ്രൊട്ടസ്റ്റ് സൈറ്റിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു. എന്നാൽ പ്രതിഷേധക്കാരിൽ ചെറിയ തോതിൽ പ്രതിരോധമുണ്ടായതുകൊണ്ട് ഏതാനും 2 മിനിറ്റ് സമയമെടുത്തു. ഇങ്ങനെ ആസൂത്രണം ചെയ്യുവാൻ കാരണം ദീർഘനാൾ ബോഡി ഫാസ്റ്റിംഗിൽ ഇരിക്കുമ്പോൾ പൊട്ടാസ്യം കുറയുകയും ക്രിട്ടിക്കൽ ഹാർട്ട് കണ്ടീഷൻസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാൻ തീരുമാനിക്കുന്നത്. CJP ഈ വിഷയത്തെ കണ്ടത് പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുൻപ് ഈ പ്രതിഷേധം നിർത്താനുള്ള ഒരു അടവായിട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഡൽഹി പോലീസിൽ ഒരു അഴിച്ചുപണി നടത്തിയിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ ദീർഘനാൾ സർവീസ് ചെയ്തു വന്ന അനുരാജ് കുമാർ കമ്മീഷണറായി ചുമതലയെടുത്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ 3 ഘട്ടങ്ങളായി നടപ്പിലാക്കുന്നത്. ഒന്നാം ഘട്ടം സ്ട്രൈക്ക് ടീം. ഡൽഹി പോലീസിലെ 35 സ്റ്റാഫോളം മഫ്തിയിൽ ഈ സംഘത്തിലുണ്ടായിരുന്നു. അഭിജിത് ദീപ്കെ പ്രൊട്ടസ്റ്റ് സ്റ്റേജിൽ നിന്ന് മാറിയ സമയം നോക്കി സ്ട്രൈക്ക് ടീം ഉപയോഗിച്ചു. അതിൽ ചില ഓഫീസേഴ്സ് മെഡിക്കൽ ജീവനക്കാരെ പോലെയാണ് വസ്ത്രം ധരിച്ചിരുന്നത്. വെള്ളയും നീലയും നിറത്തിലുള്ള ഷീറ്റുകൾ ഉപയോഗിച്ച് വേദിയെ കവറപ്പ് ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ CRPF, RAF ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം വേദിക്ക് ചുറ്റും ഒരു സുരക്ഷാ വളയം സൃഷ്ടിക്കുകയായിരുന്നു. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ആശുപത്രിയിലെ മാറ്റം. ട്രാഫിക് പോലീസിന്റെ സഹായത്തോടുകൂടി ഗ്രീൻ കോറിഡോർ യൂസ് ചെയ്ത് ഗതാഗതമില്ലാതെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് സോനം വാങ്ചുക്കിനെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജൂലൈ 20 നടന്ന സൺസെറ്റ് ചലോ എന്ന പാർലമെന്റിലേക്കുള്ള മാർച്ചിനാണ് സംഗതി കൂടുതൽ വഷളാവുന്നത്. പാർലമെന്റിലും സമീപ പ്രദേശങ്ങളിലും ഡൽഹി പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. പ്രൊട്ടസ്റ്റേഴ്സ് പോലീസ് ബാരിക്കേഡുകൾ തള്ളിയിട്ട് മുന്നോട്ട് നടന്നതിനെ തുടർന്ന് ടിയർ ഗ്യാസും ലാത്തി ചാർജും പെല്ലറ്റ് ഗണ്ണും ഒക്കെ ഉപയോഗിച്ച് ക്രൗഡ് കൺട്രോൾ മെഷേഴ്സ് പോലീസ് സ്വീകരിച്ചിരുന്നു. പക്ഷെ ക്രൗഡ് കൺട്രോൾ എന്ന് പറഞ്ഞു തുടങ്ങിയത് പിന്നീട് അക്രമാസക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു ട്രക്ക് നിറയെ കല്ലുകൾ സൺസെറ്റ് ചലോ മാർച്ചിന്റെ അന്ന് പ്രൊട്ടസ്റ്റ് ഏരിയയിൽ റെഡിയായിരുന്നു. അതായത് വളരെ സെക്യൂർഡായ ഇന്റർനെറ്റ് സർവീസസ് ഇല്ലാത്ത, ഫുഡ് ഡെലിവറി സർവീസസ് പോലും അലൗഡ് അല്ലാത്ത ഇത്രയും സെക്യൂർഡായ ഒരു ഏരിയയിൽ ഒരു ട്രക്ക് നിറയെ കല്ലുകൾ ആര് കടത്തി വിട്ടു എന്നതിനെ തുടർന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ആദ്യം നീറ്റ് ആസ്പിരൻസും ഇന്നസെന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസും പേരൻസും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും തുടങ്ങിയ ഒരു പ്രൊട്ടസ്റ്റിൽ പിന്നെ പല അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ എത്തി തുടങ്ങി. CJPയുടെ സ്റ്റേജിൽ റീസ്റ്റോറേഷൻ ഓഫ് ആർട്ടിക്കിൾ 370, ഫാമേഴ്സ് ഇഷ്യൂ, ട്രാൻസ് ബിൽ ഒക്കെ ചർച്ചയായി. സൺസെറ്റ് ചലോ മാർച്ചിനിടയിൽ ഉമർ ഖാലിദിനെ വിട്ടയക്കണം എന്നുള്ള പ്ലക്കാർഡുകളും ഉയർന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. CJP ആദ്യം മുതൽ അവസാനം വരെയും വളരെ ക്ലിയർ ആയിട്ട് അവരുടെ മുദ്രാവാക്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതായത് ജയ് ഭീം, ഇൻകിലാബ് സിന്ദാബാദ്, ധർമ്മേന്ദ്ര പ്രധാൻ ഇസ്തിഫ ദോ, ഭാരത് മാതാ കി ജയ്. പക്ഷെ CJP പ്രൊട്ടസ്റ്റിനിടയിൽ വന്നു ചേർന്ന ചില ആന്റി സോഷ്യൽ എലമെന്റ്സ് ആണ് ജയ് ശ്രീറാം എന്നും അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിച്ച് സംഘർഷം രൂക്ഷമാക്കിയത്. പ്രൈം മിനിസ്റ്റർ മോദിയെയും ഇറ്റലി പ്രൈം മിനിസ്റ്ററിനെ ഒക്കെ വെച്ച് വളരെ വൾഗർ ആയിട്ടുള്ള പ്ലക്കാർഡുകളും പോസ്റ്ററുകളും കമന്ററികൾക്കും ഒന്നും ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. പീസ്ഫുൾ ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റിനെ ഒരു കൂട്ടം ആൾക്കാർ രാഷ്ട്രീയവൽക്കരിക്കുകയും മതവൽക്കരിക്കുകയും ചെയ്തു. ഫീമെയിൽ ജേർണലിസ്റ്റുകളെയും ഫീമെയിൽ പോലീസ് ഓഫീസേഴ്സിനെയും ഫീമെയിൽ പ്രൊട്ടസ്റ്റേഴ്സിനെയും വളരെ മോശമായി കൈകാര്യം ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഡൽഹി പോലീസ് FRS ടെക്നോളജി, അതായത് ഫേഷ്യൽ റെക്കഗ്നൈസിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് ആ ക്രൗഡിൽ ഏതാണ്ട് 2000-ഓളം ക്രിമിനലുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അവർക്കെതിരെ FIR ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അതിന് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ റോഡിൽ വരയ്ക്കുകയും അതിൽ നോക്കി മോശമായുള്ള ചേഷ്ടകൾ കാണിക്കുകയും AI എഡിറ്റഡ് ഫോട്ടോസ് പ്രിന്റ് ചെയ്ത് അതിൽ സാനിറ്ററി പാഡുകൾ വെച്ച് അലങ്കരിക്കുകയും ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ മീഡിയയുടെ ഫ്രണ്ടിൽ നമ്മൾ തന്നെയാണ് സ്വയം കൊച്ചാവുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ഒരിക്കലും ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയറിന് ഒരു ലൈസൻസ് അല്ല. നീറ്റായി യാതൊരു
യാതൊരു ബന്ധവുമില്ലാത്ത ഇന്ത്യൻ ആർമിയെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുകയും അബ്യൂസ് ചെയ്യുകയും വരെ ചെയ്തിരുന്നു. ഇവിടെ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. 1997 ഒരു പേപ്പർ ലീക്കായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1500 സ്റ്റുഡൻസ് ഒഡീഷ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ സമരം ചെയ്തു. അതിൽ നമ്മുടെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനും ഉണ്ടായിരുന്നു. പോലീസിൽ നിന്ന് നല്ല ഉപദ്രവമേറ്റ ധർമ്മേന്ദ്ര പ്രധാൻ നിരവധി ഫ്രാക്ചറുകൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ രുചിച്ച് മനസ്സിലാക്കിയ മിനിസ്റ്റേഴ്സ് ഉള്ള ഒരു ഗവൺമെന്റ് സ്റ്റുഡൻസിന് നേരെയുള്ള പെല്ലറ്റ് ഗൺ ഉപയോഗം തടയണമായിരുന്നു. പെല്ലറ്റ് ഗൺ ഉപയോഗം കാരണം ഒരു സ്റ്റുഡന്റിന്റെ കണ്ണിലെ കാഴ്ച വരെ നഷ്ടമായി. ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ട് ഒരു ഗവൺമെന്റിനെ മാറ്റാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഒരു നേഷൻ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ഡീപ് ടെക് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് അൾട്ടിമേറ്റ് അക്കൗണ്ടബിലിറ്റി വേണം. ഇന്ത്യയുടെ യൂത്തിൽ ഇന്ന് കാണുന്ന ഈ മാറ്റം ഇത് വെറും ഒരു പ്രൊട്ടസ്റ്റ് ട്രെൻഡോ ഇന്റർനെറ്റ് മീമായി ഒതുങ്ങുമോ, അതോ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആൻഡ് എക്കോണമിക് ഫ്യൂച്ചറിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണോ? നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ഫ്രണ്ട്സായി ഷെയർ ചെയ്യൂ. When citizens unite with clarity, facts and unstoppable voice, empires have to drop their ego.